നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മഹാസഖ്യത്തിന് കഥാന്ത്യം. ബീഹാറിൽ മഹാസഖ്യത്തിന് കഥാന്ത്യം. മുഖ്യമന്ത്രി പദം രാജിവെച്ച നിതീഷ് കുമാർ. കടുത്ത നടപടി. അഴിമതി കേസിൽ കുരുങ്ങിയ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നുവെന്ന് നിതീഷും തീരുമാനത്തിൽ അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. RJD-JDU മഹാസഖ്യം തകർന്നതോടെ അവസരം മുതലെടുക്കാൻ BJP. ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗം ഡൽഹിയിൽ. 243 അംഗ നിയമസഭയിൽ BJPക്കുള്ളത് 53 MLA-മാർ. JDU-വിന് പിന്തുണ നൽകി ഭരണം പിടിക്കാൻ കരുനീക്കം. അഴിമതി ആരോപണത്തിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടും തേജസ്വി യാദവും അച്ഛൻ ലാലു പ്രസാദ് യാദവും പിന്തുടർന്നത് കടുത്ത നിലപാട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തന്നെ അനുവദിച്ചില്ലെന്ന് നിതീഷ്. തേജസ്വിക്കെതിരെ RJD നടപടി സ്വീകരിക്കണമെന്നും സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി. രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വീണ്ടും വേദിയായി ബീഹാർ. രഹസ്യമാക്കി കോടതി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നടപടികൾ രഹസ്യമാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. തീരുമാനം നടിയുടെ രഹസ്യമൊഴി പുറത്തുവരാതിരിക്കാൻ തുറന്ന കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം അനുവദിച്ച്. തുറന്ന കോടതിയിലെ വാദം കേൾക്കൽ ഇരയുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതായും പ്രോസിക്യൂഷൻ. സംഭവം നിർഭയ കേസിനേക്കാൾ പ്രഹരശേഷിയുള്ളത്. മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുത്. ഇരയുടെ അഭിമാനവും സുരക്ഷയും സർക്കാരിന്റെ ചുമതലയെന്നും ആ സാമൂഹിക ഉത്തരവാദിത്തം പ്രോസിക്യൂഷൻ ഉണ്ടെന്നും കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതിനിടെ കേസിൽ സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കില്ലെന്ന് ദിലീപ്. തീരുമാനം അഭിഭാഷകനുമായി ആലുവ സബ് ജയിലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. തുടർ നടപടികൾ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാത്രം മതിയെന്നും നിലപാട്. ദിലീപ് നിയമോപദേശം തേടിയത് ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ. അതേസമയം 2011 മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ തള്ളി കോടതി. വിൻസെന്റിന് ജാമ്യമില്ല. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ M. വിൻസെന്റ് MLA-ക്ക് ജാമ്യമില്ല. പ്രതി ഉന്നത സ്വാധീനമുള്ള വ്യക്തിയെന്നും ജാമ്യം നൽകുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും പ്രോസിക്യൂഷൻ വാദം ശരിവെച്ച് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളി പ്രതിഭാഗം. MLA 900 തവണ വീട്ടമ്മയെ വിളിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതം. വിൻസെന്റിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് കോളുകൾ പോയത് 138 തവണ മാത്രം. ഭാര്യയെ ഉൾപ്പെടെ വിളിച്ചതാണിതെന്നും കോടതിയിൽ പ്രതിഭാഗം. അതേസമയം കേസിൽ വിൻസെന്റിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനം. വിശദ പരിശോധന മുൻകാലങ്ങളിൽ ഫോൺ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചു എന്നതിലും സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതിലും. പിന്തുണ സ്വതന്ത്രന്. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനായി രാജ്യസഭയിലേക്ക് ആരെന്ന ചോദ്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെ നിലപാട് വ്യക്തമാക്കി CPM കേന്ദ്ര നേതൃത്വം. ബംഗാളിൽ ഒഴിവുവന്ന സീറ്റിൽ പൊതുസ്വതന്ത്രനെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ പരാജയപ്പെട്ടാൽ അന്തിമ തീരുമാനം ബംഗാൾ ഘടകത്തിന് എടുക്കാമെന്നും CPM. 3 ദിവസം നീണ്ട CCയിൽ യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടിനിട്ട് തള്ളിയത് കാരാട്ട് പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്ന തീരുമാനം പാർലമെന്റിലേക്ക് പരമാവധി 2 തവണ എന്ന കീഴ്വഴക്കം യെച്ചൂരിക്കായി മാറ്റേണ്ടതില്ലെന്ന നിലപാട്. യെച്ചൂരിയുടെ രാജ്യസഭാ പ്രവേശത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്നും CC. അതിനിടെ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായിക്കും സർക്കാരിനുമെതിരെ ഒളിയമ്പുമായി VS. പകർച്ചപ്പനി, മൂന്നാർ, സ്വാശ്രയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി ഫലപ്രദമായില്ല. സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു. യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കണോ എന്നതിൽ പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് നാളെ രാവിലെ 11:30. ശുഭരാത്രി.